അഭിഭാഷക അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അതിജീവിതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ തലക്കെട്ട് ദിസ് ഈസ് അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ്. മാത്രമല്ല അവർ ഇപ്പോഴും അവരുടെ സ്വകാര്യത കോടതിയിൽ സുരക്ഷിതമല്ല എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ ഭയപ്പെടുന്നു എന്ന് കുറിച്ചിരിക്കുന്നു. അതെ, ഹലോ, അതെ, കേൾക്കാം മാഡം, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. നോക്കൂ, അതിജീവിത ഷെയർ ചെയ്ത അതേ ആങ്സൈറ്റി അല്ലെങ്കിൽ അതേ വിഷമത അല്ലെങ്കിൽ അതേ ആ ഒരു ഭയം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സങ്കടമോ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് നമ്മുടെ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെയും ജീവിതങ്ങൾ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശ്രയിക്കുന്ന സ്ഥലമാണ് ഈ കോടതി. അപ്പോൾ ഇത്രയും മനുഷ്യർ, ഈ ഭൂമിയിലുള്ള മനുഷ്യർ വേറെ ഏത് രീതിയിലാണ് ഒരു ജനാധിപത്യ സെറ്റപ്പിൽ പോവുക? കോടതിയെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അതും കോടതിയാണ് നമുക്ക് ഏറ്റവും അവസാനത്തെ സ്ഥലം. അപ്പോൾ ഈ കോടതിയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലുള്ള ഈ തെറ്റ് കളങ്കങ്ങളെ എടുത്തു മാറ്റേണ്ട ഉത്തരവാദിത്വം കോടതിക്ക് തന്നെയുണ്ട്. 2 ദിവസമായി യാതൊരു ആക്ഷൻ വിജിലൻസിൽ നിന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ മുകളിലെ കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. ഇതിന് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നൊക്കെ പറയുന്ന പോലെ ഇനി ആരാണ് ഇതിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് വരേണ്ടത്? ഇനിയും അതിജീവിത തന്നെ കേസ് കൊടുത്ത് അതിജീവിത തന്നെ ഇതിന്റെ പുറകെ നടക്കണം എന്നാണോ? അതോ ഇനി പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആരെങ്കിലും അതിന്റെ പുറകെ പോകണമെന്നാണോ? ഈ ജുഡീഷ്യറിയുടെ വിശ്വാസം തകരുമ്പോൾ ആദ്യം വിഷമിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ആദ്യം ആ തെറ്റ് തിരുത്തേണ്ടത് അവരാണ്. തെറ്റ് പറ്റിയിട്ടുള്ള ആളുകളെ എടുത്തു മാറ്റണം. ശരി, ഒട്ടനെ പോയി എടുത്തു മാറ്റാൻ ക്ലറിക്കൽ സ്റ്റാഫിനെ ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റാഫുകളെ ആയിരിക്കും നേരെ ശിക്ഷിക്കാനോ നോക്കുന്നുണ്ടാവുക, സസ്പെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. അത് പറ്റില്ല. ഇവിടെ വൈകീരിയസ് ലൈബിലിറ്റി എന്ന സംഗതിയുണ്ട്, മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരു കോടതിയിലിരിക്കുന്ന എല്ലാ മുതലുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ആ സമയത്തുള്ള ജഡ്ജ്, ജസ്റ്റിസ്, മജിസ്ട്രേറ്റാണ്. ഏത് കോടതിയിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അവരെല്ലാവരെയും തന്നെ മാറ്റി നിർത്തുകയും അവർക്കൊക്കെ എതിരെ തന്നെ അന്വേഷണം വരികയും ഒക്കെ വേണം. അവരിരിക്കുന്നിടത്തോളം കാലം അവർ ഇനിയും ഇത്തരം ആളുകളുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് എന്തോ ഉറപ്പ്? അറ്റ്ലീസ്റ്റ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയ അന്വേഷണം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് ജസ്റ്റിസ് സീംസ് ടു ബി ഡൺ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായി തന്നെ ചെയ്യുന്ന വേണം. ഇവിടെ വലിയ വിഷയമാണ്, ചെറിയ കാര്യമല്ല. ആയതുകൊണ്ട് തന്നെ ഇനിയും ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായില്ല, സ്റ്റെപ്പ് ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ സ്റ്റെപ്പ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും മറ്റു ഹയർ കോടതിനെയോ അതോറിറ്റികളെയോ ഒക്കെ ആശ്രയിക്കുകയോ ജനങ്ങളുടെ മുന്നിൽ നിവേദനം വെക്കുകയോ ഒക്കെ ചെയ്യേണ്ട സമയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടുന്ന ഒരു ക്യാമ്പയിനൊക്കെ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് ഉള്ള സ്ഥിതിക്ക് സ്വമേധയാ കേസെടുക്കാനും സാധിക്കില്ലേ? തീർച്ചയായിട്ടും, അതാ പറഞ്ഞത്. നമുക്ക് റോഡിലെ തോരണങ്ങൾ കാണുമ്പോൾ മാത്രം കേസെടുത്താൽ പോരാ, എല്ലാ കാര്യങ്ങളിലും കേസെടുക്കാം. ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 പില്ലേഴ്സ് അത്രയും തന്നെ സംശുദ്ധമായിരിക്കണം. പ്രത്യേകിച്ച് ജുഡീഷ്യറി. മറ്റുള്ള പില്ലേഴ്സിന് പോലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോക്കേണ്ട ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ചെയ്യുന്ന അധികാരമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് സോമോട്ടോ കേസെടുക്കാനുള്ള അധികാരം തന്നെ നൽകിയിരിക്കുന്നത് എന്തിനാണ്? അവരെ ഇൻഹറന്റ് പവർ ഇൻവോക്ക് ചെയ്യുന്ന അധികാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതവർ ഉപയോഗിക്കണം, ഉപയോഗിച്ചേ പറ്റൂ. അവരെ വിജിലൻസ് ഇവിടെ ഇടപെടാം, ചീഫ് ജസ്റ്റിസിനെ ഇവിടെ ഇടപെടാം. ഇവിടെ കൃത്യമായി തന്നെ ചെളി വീണ്ടിരിക്കുന്നത് ജുഡീഷ്യറിയുടെ മുകളിലാണ്, അല്ലെങ്കിൽ കേവലം ഒരു സ്റ്റാഫിന്റെ മുകളിലല്ല. ആ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ചോർന്നു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ആര് ചെയ്തു നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ആൻസർ ചെയ്യുകയും വേണം. ഇവിടെ അതിജീവിത എപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല. പക്ഷേ അവരുടെ നിർണായകമായ കോടതി ഇടപെടലുകളിലൂടെയാണ് അവരുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു വാചകത്തിന് ഒട്ടേറെ മാനങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. കാരണം വളരെ അപൂർവമായി മാത്രമേ അവർ മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്കോ വരാറുള്ളൂ. പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അവരെ അറിയിക്കാറുമുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് എന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഒരിക്കൽ ഹൈക്കോടതിയിൽ പോയി, അതും മുതിർന്ന അഭിഭാഷകരെ കേരളത്തിന് പുറത്തുനിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് ഈ തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ അവർ കൂട്ടിച്ചേർക്കുന്നത് അവസാന ഭാഗത്ത് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസ്യതയോടെ ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് അൺടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ് എന്നാണ്. ഒരു പ്രതീക്ഷ അവർക്കുണ്ട്, എങ്കിൽ പോലും ഞെട്ടലുമുണ്ട്.
അല്ല, ഞാൻ പറയട്ടെ, ഒരു ജഡ്ജ് സത്യസന്ധനായിട്ട് ബാക്കിയുണ്ടോ എന്നുള്ളതല്ല. ഈ ജുഡീഷ്യറി മുഴുവനും സത്യസന്ധരായി ബാക്കി നിലനിൽക്കണം ഇവിടെ. എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കോമ്പൻസേറ്ററി ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് വിക്ടിം ജൂറിസ്പ്രുഡൻസിന്റെ വലിയൊരു സാധ്യത നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ ഇൻവോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഈ അതിജീവിതയുടെ നേരെ സംഭവിച്ചിട്ടുള്ള ഈ വലിയ അതിക്രമം, അതായത് കോടതിയുടെ നിന്നും ഇത് ചോർന്നു എന്ന് അവരെ പ്രൈവസി നഷ്ടപ്പെട്ടതിന് അതിക്രമത്തിന് കോടതി കോമ്പൻസേറ്റ് ചെയ്യണം. ഇവിടെ കോടതിയാണ് ഈ വിക്ടിമിന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇൻസ്റ്റൻസിൽ. അപ്പൊ അതും കൂടി അവർ ചോദിക്കണം. അതിനുവേണ്ടി നമ്മൾ നിലനിൽക്കണം. ഇവിടെ കൃത്യമായി തന്നെ ചോർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. അവിടെ തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്, ഒമിഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഇടപെടലാണ്. നെഗ്ലിജൻസ് ഒമിഷനും ഒന്നല്ല, വീട്ടിലേക്ക് എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ എന്തോന്ന് ഒമിഷനും നെഗ്ലിജൻസും പറഞ്ഞോണ്ടിരിക്കണം. ഡെലിബറേറ്റ് ഇന്റൻഷൻ അവിടെ മനസ്സിലെ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അതും ഇഗ്നോറൻസ് ആർക്കാ സംഭവിച്ചേക്കണേ? കോടതിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ എക്സ്ക്യൂസ് ഇല്ല. അവര് ചെയ്ത പ്രവൃത്തിക്ക് അവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാവുക, അവർക്കെതിരെ കോമ്പൻസേഷൻ അവര് കൊടുക്കേണ്ട ഉത്തരവാദിത്തപരമായി മാറ്റി നിർത്തുക, മാതൃകാപരമായി കോടതിയുടെ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ നടപടികളും എടുക്കുക. അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിച്ചിട്ടുള്ള എന്ത് നഷ്ടവും മീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെയും കൂടിയാണ്. ഇവിടെ നിയമ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് പോലും മിണ്ടാതിരിക്കുകയാണ്. അതിജീവിതയ്ക്ക് ഒപ്പം നിലകൊണ്ടുകൊണ്ട് ജുഡീഷ്യറിയിൽ പോലും പ്രഷർ ചെലുത്തേണ്ടുന്ന ഉത്തരവാദിത്തം ലെജിസ്ലേച്ചറിനുണ്ട്, എക്സിക്യൂട്ടീവിനുണ്ട്. മൂന്നും കൂടി ഒന്നും ചേർന്നിട്ടാണല്ലോ നമ്മുടെ മൊത്തം ഡെമോക്രസി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം. നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ.